all, Assalamu alaikum. Welcome to my channel, The Passionate Mom. ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത ഷോർട്ടിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു കേട്ടോ, ഈ മെഷീൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് ചെയ്യാമെന്നുള്ളത്. ഞാനതൊരു ഫുൾ ലെങ്ത് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആ കമൻറ്റിലെ റിപ്ലൈ ആയിട്ട് തന്നെ ഫസ്റ്റ് വീഡിയോ ചെയ്യാമെന്നുള്ളത്. ഇതൊരു ഇലക്ട്രിക് മെഷീനാണേ. ഞാനിത് വാങ്ങിച്ചിട്ട് ഒരു 3-4 വർഷത്തിന് മുകളിലായി. എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഒരു 12,000 അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ EMI എടുത്തുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല. ഇതാണ് ഇതിൻ്റെ ഫുഡ് പെഡൽ, ഫുഡ് കൺട്രോളർ എന്നൊക്കെ പറയുന്ന സംഭവം. ഇത് നമുക്ക് ഒരുപാട് സ്പീഡിലൊന്നും തയ്ക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാനിത് നോർമലി യൂസ് ചെയ്യുന്നത് സ്കാലപ്പ് ചെയ്യാനും അതുപോലെ ബട്ടൺ ഹോൾസ്, ഓവർലോക്കിംഗ് ഇതിനൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ പവറിൽ കണക്ട് ചെയ്യുന്ന പ്ലഗ്. ഇതിൻ്റെ സൈഡിലാണ് കേട്ടോ മെഷീൻ സോക്കറ്റ്. ഈ ഒരു പ്ലഗ് ഇതിൻ്റെ മുകളിലാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതർ പ്ലഗ് പവറിലും കണക്ട് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ സൈഡിൽ തന്നെ ഇതാണ്, ഈ സൈഡിൽ കാണുന്നതാണ് ഓൺ ആൻഡ് ഓഫ് ബട്ടൺ. അപ്പോൾ ഇത് ഓൺ ചെയ്യുന്ന സമയത്താണ് മെഷീൻ ഓൺ ആവുക. ഞാനിത് എക്സ്റ്റൻഷൻ വയറിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഡയറക്റ്റ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിയർ ബൈ പ്ലഗ് ഇല്ല മെഷീന് വെക്കുന്ന സ്ഥലത്ത് നിന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഓണാക്കുന്ന സമയത്ത് മെഷീൻ ഓണാവും. മെഷീൻ്റെ സൈഡിലുള്ള സ്വിച്ച് കൂടി ഓണാക്കുന്ന സമയത്താണ് ഓണാവുക. ഇതിൽ ഇൻബിൽട്ട് ലൈറ്റാണ് വരുന്നത്. പിന്നെ ഇതാണ് സ്റ്റിച്ചസ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സെലക്ടർ. ഇതിൽ നോർമൽ സ്റ്റിച്ചാണ്. ഈ സൈഡിൽ കാണുന്നത് ഇതൊക്കെ ബട്ടൺ ഹോൾസിൻ്റെ ഒക്കെ സ്റ്റിച്ചസ് ആണ്. പിന്നെ ഇതിൽ കാണിക്കുന്ന ഓരോ ലെറ്റേഴ്സും എന്താണെന്നുള്ള ഡൗട്ട് കൂടി വരാം. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ലെറ്റേഴ്സിൻ്റെ ഒക്കെ സ്റ്റിച്ചസ് ഏതാണെന്ന് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മെഷീൻ്റെ ഇവിടെയാണ് ഈ സ്റ്റിച്ചസ് എന്തിൻ്റെയൊക്കെ ആണെന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു 24ഓളം സ്റ്റിച്ചസ് ചെയ്യാവുന്നതാണ് മെഷീൻ്റെ മുകളിൽ, അതായത് ആ ബോക്സിൻ്റെ മുകളിൽ കണ്ടിരുന്നു കേട്ടോ. ഞാൻ ഒരുപാടൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാണ് മെഷീൻ്റെ ടെൻഷൻ. ഇതാണ് റിവേഴ്സ് സ്റ്റിച്ച് ബട്ടൺ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റിൽ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. ഇതാണ് പ്രഷർ ഫൂട്ട് ലിഫ്റ്റർ. ഇങ്ങനെയാണ് ഫൂട്ട് നമ്മൾ പൊന്തിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇവിടെയാണ് കേട്ടോ നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാണ് ബോബിൻ കേസിൽ ത്രെഡ് നമ്മൾ ചുറ്റി കൊടുക്കുന്ന സംഭവം ഇവിടെയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ബോബിൻ ഇട്ട് കൊടുത്തതിന് ശേഷം സൈഡിലോട്ട് നീക്കി ഇത് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലോക്ക് ചെയ്താൽ മാത്രമേ ബോബിനിൽ ത്രെഡ് ചുറ്റുള്ളൂ കേട്ടോ. പിന്നെ ഈ സൈഡിൽ കാണുന്നതാണ് ബോബിൻ സ്റ്റോപ്പർ. നമ്മൾ ബോബിനിൽ കറക്റ്റായിട്ട് ത്രെഡ് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് സ്റ്റോപ്പ് ആകും കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ടേബിൾ വരുന്നത്. ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ബോബിൻ കേസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ബോബിൻ കേസിലോട്ട് നോക്കുമ്പോൾ നമ്മൾ നോർമൽ സിംഗിൾ മെഷീനിൽ പോലെ തന്നെയാണ് വരിക. പക്ഷേ ആ ഒരു ഹോൾസിൻ്റെ ഗ്യാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് കുറച്ച് വീതിയിലാണ് വരുന്നത്. സിഗ്സാഗിൻ്റെ സ്റ്റിച്ചസൊക്കെ വരുന്നതുകൊണ്ട് ഈ ഒരു ടൈപ്പിലാണ് വരിക. പിന്നെ ഇതിൻ്റെ ബോബിന് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ടൈപ്പിലായിരുന്നു മെഷീൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ത്രെഡ് ഇട്ട് കൊടുക്കുന്നതൊക്കെ നോർമൽ നമ്മൾ സിംഗിൾ മെഷീനിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു രീതിക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ആ ഒരു ഹോൾസിനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ബോബിൻ കേസ് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്ത് എക്സ്റ്റൻഷൻ ടേബിൾ കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോബിൻ കേസ് ഇട്ട് കഴിഞ്ഞു. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ബോബിനിൽ എങ്ങനെയാണ് ത്രെഡ് ചുറ്റി കൊടുക്കുന്നത് നോക്കാം കേട്ടോ. ഇവിടെ ഒന്ന് ജസ്റ്റ് ചുറ്റി കൊടുത്തതിന് ശേഷം, അതായത് ഒരുപാട് ചുറ്റേണ്ട, ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ ബോബിലും ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കുക ത്രെഡ്. അതിനുശേഷം ഇത് സൈഡിലോട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ലോക്ക് ചെയ്താൽ മാത്രമേ ത്രെഡ് ബോബിലിന് ചുറ്റുള്ളൂ കേട്ടോ. അതിനുശേഷം ഈ ഹാൻഡ് വീൽ കൂടെ ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രഷർ ഒന്ന് ചവിട്ടി കൊടുക്കുക, അതായത് ഫുഡ് പ്രഷർ ഉണ്ടല്ലോ അത് ചവിട്ടി കൊടുക്കുക. അതിനുശേഷം ത്രെഡ് ഇങ്ങനെ ഫുള്ളാകുമ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്റ്റോപ്പ് ആകും കേട്ടോ. ഇങ്ങനെ സ്റ്റോപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രസ് ചെയ്താലും മെഷീന് നീങ്ങില്ല. നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ ഹാൻഡ് വീല് ഒന്ന് പ്രസ് ചെയ്ത് തന്നെ കൊടുക്കണം. നമ്മൾ വലിക്കുകയായിരുന്നു ചെയ്തത്, അതായത് പുള്ളയാണ് ചെയ്തത്. ഇനി നമുക്കൊന്ന് പുഷ് ചെയ്ത് കൊടുത്താലാണ് സ്റ്റിച്ച് വരുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് പുഷ് ചെയ്തും കൂടി കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് നോക്കുന്നത് നോർമലി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ത്രെഡ് ഇട്ട് കൊടുക്കലാണ്. ഇതിൽ തന്നെ എയറോ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ താഴെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അത് മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ഇതിലും കൂടി ഒന്ന് ചുറ്റിയെടുക്കുക, താഴോട്ടേക്ക് എടുക്കാം. അതിനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എത്തുന്ന സമയത്താണ് ഇതിൻ്റെ ഉള്ളിലെ കൂടി തന്നെ ത്രെഡ് എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുക്കുക. അതിനുശേഷം സൈഡിൽ ഇവിടെയും കൂടി എടുക്കുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് നീഡിൽ ത്രെഡ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഹാൻഡ് വീൽ ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നോർമൽ എങ്ങനെയാണ് അടിനൂല് പുറത്തേക്ക് എടുക്കുക അതുപോലെ തന്നെയാണ് ഈ മെഷീനിൽ ചെയ്യുന്നത് കേട്ടോ.
ഇതെടുത്ത് കൊടുത്തതിന് ശേഷം 2 നൂലും നമുക്ക് ബാക്കിലോട്ടായി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ എ ആണ് നോർമൽ സ്റ്റിച്ച് നമ്മൾ കൊടുക്കാൻ ഉപയോഗിക്കുന്നത്, എ ആണ് കേട്ടോ. സ്റ്റിച്ച് ലെങ്ത്ത് 3 to 4 നമുക്ക് എത്രയായാലും സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുണ്ടോ നോർമലായിട്ടുള്ള സ്റ്റിച്ചിൽ വന്നു. നമ്മൾ ടെൻഷൻ 4 to 5 സെറ്റ് ചെയ്ത് കൊടുക്കണേ നോർമൽ സ്റ്റിച്ച് ആകുന്ന സമയത്ത്. ഇനി നമുക്ക് സിഗ്സാഗ് കൂടി ഒന്ന് നോക്കാം. അതിന് സെലക്ടർ സി ആണ്, ലെങ്ത്ത് ഇതുപോലെ 0 ടെൻഷനും 0 സെറ്റ് ചെയ്ത് കൊടുക്കണേ. ഇതാണ് സിഗ്സാഗിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇത്ര സ്പീഡിലൊന്നും ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിലാക്കി കാണിച്ചു തന്നതാണേ. ഇത് കണ്ടോ കറക്റ്റ് നമ്മൾ കൊടുത്ത സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് വന്നിട്ടുണ്ട്, സിഗ്സാഗ് സ്റ്റിച്ച്. ഇതാണ് നമ്മൾ സ്കാലപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഈ മെഷീൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഇതാണ് നോർമൽ ഫൂട്ട്, മെഷീൻ്റെ നോർമൽ ഫൂട്ട്. ഇത് 1 സൈഡ് ഫൂട്ട്, 1 സൈഡ് മാത്രമേ വരുന്നുള്ളൂ. ഇത് ഹെമ്മിങ് ഫൂട്ടാണ്. പിന്നെ അതുപോലെ ഈ ഒരു ഫൂട്ട് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, ബ്ലൈൻഡ് ഹെം ഫൂട്ടാണെന്ന് തോന്നുന്നു. ഇത് ബട്ടൺ ഹോൾസിൻ്റെ ഫൂട്ടാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു സ്ക്രൂ ഡ്രൈവറാണ്, നമ്മൾ നീഡിലൊക്കെ മാറ്റി കൊടുക്കാൻ ഇതാണ് ഈ ഒരു സെറ്റ് ഓഫ് നീഡിലും കൂടിയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ വരുന്നത് ഓപ്ഷണൽ ആക്സസറി കാറ്റലോഗാണ്. അതായത് നമുക്ക് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളതല്ലാണ്ട് വേറെയും ഏതൊക്കെ ഫൂട്ടുകൾ ഉപയോഗിക്കാം എന്നുള്ള ഒരു ബുക്ക് കൂടിയാണ് കേട്ടോ, ഒരു കാറ്റലോഗ് പോലെ. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്കാണ്. ഇതിൽ എന്തൊക്കെയാണ് ഈ മെഷീൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാലും ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.